ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സോയ ചങ്ക്സ് കൊണ്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ കറി ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 100 ഗ്രാം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇതാദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇനി ഇത് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നാൽ അതിലേക്ക് എടുത്തു വെച്ച സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് തിളച്ച് വന്നാൽ സോയ ഇതിൽ നിന്ന് ഊറ്റിയിട്ട് മാറ്റി വെക്കാം. ഇതൊന്ന് തണുത്താൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഇതിലെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഓരോന്നും 2 ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് തൈര്, ഒരു 3-4 ടീസ്പൂൺ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായാൽ 1 ഏലക്ക, 2 ഗ്രാമ്പു, 2 ചെറിയ പീസ് പട്ട, 1 ബേ ലീഫ് ഇതെല്ലാം ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വന്നാൽ 3 വെളുത്തുള്ളി ചതച്ചതും 1 ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് സവാള കളർ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള കളറൊക്കെ മാറി വന്നാൽ ഒരു വലിയ തക്കാളി കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് തക്കാളി ഒന്ന് വെന്ത് വരാൻ കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. തക്കാളി വെന്ത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയാൽ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്താലും മതി. ഇപ്പോൾ തക്കാളി നന്നായി വെന്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതും കൂടി ചേർത്തിട്ട് പൊടികളൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി മസാല പുരട്ടി വെച്ച സോയ കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചത്. 3-4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി തിളച്ച് വന്നാൽ കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല കുറുകിയ ഗ്രേവിയോടുകൂടിയ സോയ ചങ്ക്സ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തു തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.